നമസ്കാരം. പതിരും കതിരും. വാക്കിൽ തോറ്റവൻ ഊക്കിൽ തള്ളി എന്നൊരു ചൊല്ലുണ്ട്. അതാണിപ്പോൾ പാലക്കാട്ട് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടം വരുന്നത് കാത്ത് നിനക്ക് പരിപ്പുവട തരാം വേഗം വാ എന്ന് പറഞ്ഞ് മതിലിൽ ഇരിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ നേതാക്കളായ വസീഫും സനോജും ശിങ്കിടികളും. എന്നാൽ MLA ഹോസ്റ്റലിൻ്റെ മുമ്പിൽ SFIക്കാർ നടത്തിയ പ്രകടനം കണ്ട് കാറിലിരുന്ന രാഹുൽ മാങ്കൂട്ടൻ പോലും ചിരിച്ചുപോയി. ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെന്നറിയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ആ പാവങ്ങളങ്ങ് തിരിച്ചുപോയി. കോഴി കൂവാതെ പൂച്ച കരയാതെ ആദ്യ ദിവസം അയാൾ സഭയിൽ വന്നുപോയി. പുറത്തിറങ്ങിയപ്പോൾ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐക്കാരെത്തി. അവർ ധരിച്ചിരുന്ന അടിവസ്ത്രം ക്യാമറകൾ വഴി ലോകം കണ്ടു എന്നതായിരുന്നു ആ സമരത്തിൻ്റെ ഏക നേട്ടം. രാഹുൽ പാലക്കാട്ട് കാലുകുത്തില്ല എന്ന് പറഞ്ഞ് ശപഥമെടുത്തവരായിരുന്നു ഡിവൈഎഫ്ഐക്കാർ. പക്ഷേ സ്പീക്കർ പറഞ്ഞത് രാഹുലിന് സഭയിൽ വരുന്നതിനും മണ്ഡലത്തിൽ പോകുന്നതിനും യാതൊരു തടസ്സവുമില്ല എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ചില സഖാക്കൾ തമ്മിലുള്ള അന്തർധാരകൾ CPMനും ചെറുതായി ദോഷം ചെയ്തിട്ടുണ്ട്. പാർട്ടി ഒന്നടങ്കം വനിതാ സഖാവിന് പ്രതിരോധം തീർത്തെങ്കിലും വാർത്തയിൽ സത്യമുണ്ടോ എന്നറിയില്ലെങ്കിലും ഈ വാർത്ത ചോർന്നതിൻ്റെ ഉറവിടം അന്വേഷിക്കണമെന്ന് സതീശൻ കൂടി പറഞ്ഞതോടെ കോൺഗ്രസിൻ്റെ ജീർണതയെപ്പറ്റി പറഞ്ഞ് ഗോവിന്ദനും തണുത്തുറഞ്ഞു. രാഹുലിനെ പാലക്കാട്ട് തടയില്ലെന്നും അവിടെ കിടന്നു നാറട്ടെ എന്നും പറഞ്ഞ് ഗോവിന്ദൻ കൈകഴുകി. പെണ്ണുകേസ്, സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സ്ത്രീ, ഇതൊക്കെയാണ് ഡിവൈഎഫ്ഐക്ക് ഉശിര് നൽകുന്ന സംഗതികൾ. ചുമ്മാതിരുന്ന് തീറ്റയെടുത്ത് കൊഴുപ്പടിഞ്ഞ് അജീർണം പിടിച്ച് ഇരിപ്പാണിപ്പോൾ അവർ. ഒന്ന് ഉഷാറാകാൻ മാങ്ങാണ്ടി കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇതുവരെ. അതും പോയി കിട്ടി. തന്നെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്ന ഭീഷണി കേട്ട് അടൂരെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടം ചില യോഗാമുറകൾ പരിശീലിക്കുകയാണ്. കാലുകുത്താൻ വിലക്കുള്ളതിനാൽ കൈകുത്തി മണ്ഡലത്തിലിറങ്ങാനുള്ള പരിശീലനമാണ് അവിടെ നടക്കുന്നത്. എന്തായാലും പാലക്കാടിന് രാഹുൽ വരുന്നു എന്നറിഞ്ഞതോടെ BJPക്കാർ അതിരാവിലെ തന്നെ ഉഷാറായി. അവർ കോഴിപ്പടവും കോഴി മുദ്രാവാക്യവുമായി MLA ഓഫീസിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. രാഹുലിനെ ശക്തമായി തടയാനുള്ള നിർദ്ദേശം ഗോവിന്ദൻ BJPക്ക് നൽകിക്കഴിഞ്ഞു. എന്തൊരു ഉശിരാണ് BJPക്കാർക്ക്. അവരുടെ ഈ വർദ്ധിത വീര്യം ഇത്രയും നാൾ പുറത്തെടുക്കാൻ കഴിയാതെ പോയത് വളരെ കഷ്ടമായി പോയി. എന്തായാലും സമരം മുന്നിൽ നിന്ന് നയിക്കുമെന്ന് കരുതിയ കൃഷ്ണകുമാറിനെ അവിടെയും കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിലും പീഡനക്കേസുണ്ട്. ഇത്തരം കേസുകളെ BJPക്കാർ സ്വത്ത് തർക്കം എന്നാണ് പറയുക. ബ്രാഹ്മം മുഹൂർത്തത്തിൽ തന്നെ BJPക്കാർ മുദ്രാവാക്യം വിളി തുടങ്ങി. രാഹുൽ വിവാഹിതനാകണമെന്നതാണ് അവരുടെ ഒരാവശ്യം. മോളൂസ് എന്ന വിളിയാണ് പരിഹാസ പോസ്റ്ററിലെ ഒരു വചനം. ഒരു പാർട്ടി ചെന്ന് പെട്ടിരിക്കുന്ന ഗതികേട് നോക്കണേ. അടൂർകാരൻ വന്ന് പാലക്കാട് കൊണ്ടുപോയപ്പോൾ തുടങ്ങിയതാണ് അവരുടെ ചൊറിച്ചിൽ. ഇവരവിടെ സ്ഥിരം പൊറുതിക്കാരായിട്ടും ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പരാതിക്കാരേ ഇല്ലാതിരുന്നിട്ടും കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് BJP ഇവിടെ നിന്ന് രാഹുലിനെതിരെ കസർത്ത് കാണിക്കുന്നത്. പിണറായി ഭരണത്തിൽ മറ്റൊന്നിനോടും അവർക്ക് എതിർപ്പില്ല. നെറുകെട്ട ഭരണം ആറാട്ട് സദ്യ നടത്തിയിട്ടും BJPക്ക് അത് വിഷയമേ അല്ല. നാടിൻ്റെ ഒരു ജനകീയ പ്രശ്നങ്ങളിലും BJPക്കാർ വായ പൊളിക്കുന്നില്ല. പ്രധാന പ്രതിപക്ഷത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതാണ് അവരും. പെണ്ണുകേസെന്ന് കേട്ടപ്പോൾ തൊട്ടിലും കെട്ടി തൊണ്ട പൊട്ടി അലറി ഇറങ്ങിയിരിക്കുകയാണ്. CPM പോലും ഈ വിഷയം വിട്ടു തുടങ്ങി. അല്ലെങ്കിൽ രതി കോമളന്മാരായ അവരുടെ നേതാക്കൾ നിത്യവും സുഗന്ധം പരത്തുമെന്ന് അവർക്ക് മനസ്സിലായി. ആ ഗ്യാപ്പിലാണ് BJPയുടെ പ്രതിഷേധം. ഭക്തിയും വിശ്വാസവും ദേശീയതയുമല്ലാതെ ഈ BJPക്കാർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഗുണം നാട്ടിലുണ്ടോ എന്ന് അവർ ചിന്തിക്കണം. വിലക്കയറ്റം, ലോക്കപ്പ് മർദ്ദനം, കാതലായ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യവകുപ്പിൻ്റെ തകർച്ച, ഇതൊന്നും അവരെ ബാധിക്കുന്നതല്ല. പാലക്കാട്ട് തോറ്റതിൻ്റെ വെറും ചൊറിച്ചിൽ മാത്രമാണ് ഇപ്പോഴവരുടെ സമരം. അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും നടത്താനാണോ എന്തോ CPM രാഹുലിനെതിരെയുള്ള ബാറ്റൺ അവർക്ക് കൈമാറിക്കഴിഞ്ഞു. രാഹുലിനെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ സമരവീര്യക്കാർ കാല് നിലത്ത് തൊടാതെ പോലീസ് വണ്ടിയിലേക്ക് പോകുന്ന രംഗമാണ് രാവിലെ കണ്ടത്. 70 കഴിഞ്ഞ ഒരു അമ്മാവനെ പോലീസ് തോളിലെടുത്തുകൊണ്ട് പോകുന്നു. പാവം അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. മണ്ഡലത്തിലെ സ്ത്രീകളെ രാഹുലിൽ നിന്നും രക്ഷിക്കാനുള്ള കഠിനമായ സമരത്തിലാണ് ആ മനുഷ്യനും. സമരക്കാരുടെ എല്ലാം അടിവസ്ത്രം ക്യാമറകൾ അവിടെയും ഒപ്പിയെടുത്ത് കാണിച്ചു. കാല് നിലത്ത് തൊടാതെ പോലീസ് വണ്ടിയിലേക്ക് കയറുന്ന BJPക്കാർ പോലീസിൻ്റെ കൈകളിൽ വളരെ ഭദ്രമായിരുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ രാഹുലിനെ എറിയണം സുഹൃത്തുക്കളെ. അതാണ് അയാളുടെയും ആവശ്യം. ചോരയൊലിപ്പിച്ച് കിടക്കുന്ന രാഹുലിൻ്റെ ഒരൊറ്റ വിഷൽ മതി അടുത്ത തെരഞ്ഞെടുപ്പിൽ പിരായിരി എണ്ണിത്തീരും മുമ്പ് അയാൾ ജയിക്കും.
കയറഴിഞ്ഞു കിടക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ ഗോവിന്ദൻ പിടിച്ചു കെട്ടിയതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായോ BJPക്കാർക്ക്? ക്രൂരമായ പോലീസ് മർദ്ദനങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടും ഒരക്ഷരം മിണ്ടാതെ വായിൽ അറക്കപ്പൊടിയും കയ്യിൽ ഉണ്ടംപൊരിയുമായി കഴിയുന്ന ഈ BJPക്കാരുടെ പാലക്കാട്ടെ വീര്യം വല്ലാത്ത കടുപ്പം തന്നെ. പോലീസിനെ നിയന്ത്രിക്കുന്നത് നാഗ്പൂരിൽ നിന്നാണെന്ന് ഒരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പിന്നെ എങ്ങനെ പിണറായി പോലീസിനെ അവർ വിമർശിക്കും? അതിനാൽ BJPക്കാരെ നമുക്ക് രാഹുലിൻ്റെ ഗർഭത്തിൽ പിടിക്കാം.